നമസ്കാരം, ഞാൻ ഡോക്ടർ സലാൽ, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തൈറോയിഡ് അസുഖങ്ങൾ, എസ്പെഷ്യലി തൈറോയിഡിലുണ്ടാകുന്ന മുഴകൾക്ക് സർജറി കൂടാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു നൂതന മാർഗമായിട്ടുള്ള മൈക്രോവേവ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനെ കുറിച്ചാണ്. മുൻകാലങ്ങളിൽ നമുക്കറിയാം, തൈറോയിഡിലുണ്ടാകുന്ന മുഴകൾ, അത് തൈറോയിഡ് നൊഡ്യൂൾസ് എന്നാണ് പറയുന്നത്. ഇത്തരം മുഴകൾ ഒന്നുകിൽ ശബ്ദത്തെ ബാധിക്കുകയോ അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഇതിന് സൈസ് കാരണം പേഷ്യൻറ്റിന് ഒരു സൗന്ദര്യ പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ സർജറിയാണ് ഇതിന് ചികിത്സയായിട്ട് അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോവേവ് അല്ലെങ്കിൽ തൈറോയിഡ് നൊഡ്യൂൾ അബ്ലേഷൻ വഴി നമുക്കിതിന് സർജറി ഇല്ലാതെ ചികിത്സിക്കാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് സാധിക്കുന്നതാണ്. ഇത് തൈറോയിഡ് നൊഡ്യൂൾ അബ്ലേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതാണ് ഞാൻ ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഒരു നീഡിലാണ്. ഈ നീഡിലിൻ്റെ അറ്റത്ത് ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ നൊഡ്യൂളിനെ കരിച്ചു കളയാൻ പറ്റുന്നതാണ്. ഇതുവഴി നമുക്ക് ഒരു ചെറിയ ഇൻസിഷൻ, വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു കട്ട് വഴി ഈ നീഡിൽ ഈ നൊഡ്യൂളിനകത്ത് കടത്തുകയും ഈ ഹീറ്റ് എനർജി വെച്ചിട്ട് നമ്മൾ ഈ തൈറോയിഡ് നൊഡ്യൂളിനെ ചികിത്സിക്കുകയും സാധിക്കുന്നതാണ്. എത്തരത്തിലുള്ള തൈറോയിഡ് നൊഡ്യൂൾസിനെയാണ് നമുക്ക് ഇതുവഴി ചികിത്സിക്കാൻ പറ്റുന്നത്? അതിനുത്തരം ക്യാൻസറസ് അല്ലാത്ത ഒരു തൈറോയിഡ് FNAC അല്ലെങ്കിൽ തൈറോയിഡ് നൊഡ്യൂളിൽ നിന്നും നീര് കുത്തിയെടുത്ത് പരിശോധിച്ചിട്ട് അത് ക്യാൻസർ അല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള എല്ലാ തൈറോയിഡ് നൊഡ്യൂൾസിനെയും നമുക്ക് ഈ ചികിത്സ വഴി ചികിത്സിക്കാവുന്നതാണ്. ഈ ചികിത്സയുടെ മറ്റ് ഗുണങ്ങളെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. ഈ ചികിത്സ, അതായത് തൈറോയിഡ് നൊഡ്യൂൾ അബ്ലേഷനിൽ നമുക്ക് പേഷ്യൻറ്റിന് ഒരു വലിയ അനസ്തീഷ്യ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ലോക്കൽ അനസ്തീഷ്യ, അതായത് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഏരിയയിൽ ഒരു തരിപ്പിക്കുന്ന അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന സൂചി വെച്ചിട്ട് മാത്രമേ നമുക്ക് പേഷ്യൻ്റിന് ഒരു മയക്കം കൊടുക്കേണ്ടതുള്ളൂ. അതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ജനറൽ അനസ്തീഷ്യയിലോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഏതെങ്കിലും ഒരു അനസ്തീഷ്യയോ നമുക്കിതിന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. യൂഷ്വലി ഏത് ദിവസമാണോ നമ്മൾ പ്രൊസീജിയർ പ്ലാൻ ചെയ്യുന്നത് അന്നേ ദിവസം രാവിലെ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരികയും പ്രൊസീജിയർ നടക്കുകയും ഒരു 2 അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റൽ വിട്ട് തിരിച്ച് വീട്ടിൽ പോകാവുന്ന അവസ്ഥയിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, നമ്മൾ ഈ ചികിത്സയിൽ നോർമൽ തൈറോയിഡ് ഗ്രന്ഥിയെ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ബേസിക്കലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് തൈറോയിഡിൽ അബ്നോർമലായിട്ടുണ്ടാകുന്ന നൊഡ്യൂൾസിനെ മാത്രമാണ്. അതുകൊണ്ട് നോർമലായിട്ടുള്ള തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യപ്പെടുകയോ അതുവഴി ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. എസ്പെഷ്യലി സാധാരണയായിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നത് കാരണം നമുക്ക് പേഷ്യൻറ്റിന് തൈറോയിഡ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതായത് തൈറോയിഡ് മരുന്നുകൾ അവർ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവാറുണ്ട്. അതിനു പകരം ഈ തൈറോയിഡ് നൊഡ്യൂൾ അബ്ലേഷനിൽ നോർമൽ ഗ്ലാൻഡ് അവിടെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഒരു തൈറോയിഡ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ആവശ്യം വരാറില്ല.